കേരളത്തിലെ ഏറ്റവും വിദ്യാഭ്യാസമുള്ള ജനങ്ങളും ഫോർവേഡായ ആളുകളും താമസിക്കുന്നത് മലപ്പുറം ജില്ലയിലാണ്. 4 സർവകലാശാലകളുണ്ട്. കോഴിക്കോട് സർവകലാശാലയും മലയാളം സർവകലാശാലയും മലപ്പുറം ജില്ലയിലാണ്. അതുപോലെ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയുടെ ഒരു ബ്രാഞ്ചും ഹൈദരാബാദിലെ ഇംഗ്ലീഷ് സർവകലാശാലയുടെ ഒരു ബ്രാഞ്ചും ഇവിടെയുണ്ട്. കാർഷിക സർവകലാശാലക്കും ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റിക്കും അൽഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിക്കും മലപ്പുറത്ത് ക്യാമ്പസ് ഉണ്ട്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ സ്കൂളുകളുള്ളത് മലപ്പുറം ജില്ലയിലാണ്. CBSE സ്കൂളുകൾ തന്നെ 120 എണ്ണമുണ്ട്. 3 ICSE സ്കൂളുകളുമുണ്ട്. അതിനു പുറമെ 27 തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നൽകുന്ന ഹയർ സെക്കൻഡറി സ്കൂളുകളും മലപ്പുറം ജില്ലയിലുണ്ട്. വിദ്യാഭ്യാസപരമായി ഇത്രയും പുരോഗതി ഉണ്ടാവാൻ കാരണം മലപ്പുറം ജില്ലയിൽപ്പെട്ടവർ ഏറെക്കാലം വിദ്യാഭ്യാസ മന്ത്രിമാർ ആയിരുന്നതുകൊണ്ടാണ്. മലപ്പുറം സ്വദേശിയായ ചാക്കേരി അഹമ്മദ് കുട്ടി വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നപ്പോൾ പരീക്ഷയിൽ പാസ്സാകാതെയും 10ാം ക്ലാസ് വരെ ജയിച്ചുകൊണ്ടേയിരിക്കാം എന്നൊരു പുതിയ സമീപനം കൊണ്ടുവന്നു. പാവപ്പെട്ട കുടുംബങ്ങളിൽ നിന്നുള്ള കുട്ടികൾക്ക് എളുപ്പത്തിൽ സൗജന്യമായി 10 വരെ പഠിക്കുവാൻ ചാക്കേരി അഹമ്മദ് കുട്ടിയുടെ നയം സഹായിച്ചു. ആദ്യകാലത്ത് വളരെയധികം വിമർശിക്കപ്പെട്ട ഒരു വിദ്യാഭ്യാസ രീതിയായിരുന്നു ചാക്കേരി പാസ്. പക്ഷേ പിന്നീട് ഇതൊരു നല്ല മാതൃകയായി സ്വീകരിക്കപ്പെടുകയും ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും ഈ നയം സ്വീകരിക്കുകയും ചെയ്തു. പല വിദേശ രാജ്യങ്ങളും ഇപ്പോൾ ഈ മാതൃക പിന്തുടരുന്നുണ്ട്. എന്ന് മാത്രമല്ല, ഐക്യരാഷ്ട്ര സഭയിൽ ശാസ്ത്രജ്ഞനായിരുന്ന ശ്രീ മുരളി തുമ്മാരക്കുടിയെ പോലുള്ള പണ്ഡിതന്മാർ എഞ്ചിനീയറിംഗ് കോളേജിലും ഇതേ നയം നടപ്പാക്കണമെന്നും കൂടുതൽ ബിടെക്കുകാരെ സൃഷ്ടിക്കുകയാണ് വേണ്ടതെന്നും അവർക്ക് വേണ്ട വിജ്ഞാനം കമ്പനികൾ ട്രെയിനിങ്ങുകളിൽ കൂടി ജോലി കിട്ടിയതിനു ശേഷം കൊടുത്തുകൊള്ളുമെന്നും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഏതായാലും ചാക്കേരി അഹമ്മദ് കുട്ടിയുടെ നയങ്ങൾ മലപ്പുറം ജില്ലക്കാർക്ക് എളുപ്പത്തിൽ വിദ്യാസമ്പന്നരാകുവാൻ സഹായിച്ചു. പക്ഷേ ക്വാളിറ്റി കുറഞ്ഞ വിദ്യാഭ്യാസം കൊണ്ട് ഗൾഫ് നാടുകളിൽ മാത്രമേ ജോലി കിട്ടിയുള്ളൂ. യൂറോപ്പിലും അമേരിക്കയിലും ജോലി കിട്ടുവാൻ മലപ്പുറക്കാർക്ക് സാധിക്കാത്തത് ചാക്കേരി അഹമ്മദ് കുട്ടിയുടെ വിദ്യാഭ്യാസ ശൈലിയുടെ പരാജയമാണെന്ന് പറയേണ്ടി വരും. എന്ന് മാത്രമല്ല, സാർവലൗകികമായ വിദ്യാഭ്യാസം മുസ്ലിം സമുദായ നേതാക്കന്മാർക്ക് വമ്പിച്ച തിരിച്ചടിയുണ്ടാക്കി. കൂടുതൽ വിദ്യാഭ്യാസമുള്ളവർ തങ്ങൾമാരെയും ഷെയ്ഖുമാരെയും ചോദ്യം ചെയ്യുന്ന മുജാഹിദ്, ജമാഅത്തെ ഇസ്ലാമി തുടങ്ങിയ പ്രസ്ഥാനങ്ങൾ ഉണ്ടാക്കി. കൂടുതൽ മലപ്പുറക്കാർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് പോയതും വിദ്യാഭ്യാസത്തിൻ്റെ സ്വാധീനമാണ്. എങ്കിലും ഇപ്പോഴും മലപ്പുറം ജില്ലയിൽ വേരുറപ്പിക്കുവാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സാധിച്ചിട്ടില്ല. അതിന് കാരണം മലപ്പുറക്കാരുടെ മുതലാളിത്തത്തോടുള്ള വിധേയത്വമാണ്. ജോലി കൊടുക്കുന്ന വ്യക്തിയെ ബഹുമാനിക്കുന്ന ഒരു സ്വഭാവം മലപ്പുറക്കാർക്കുണ്ട്. അതുകൊണ്ട് മുതലാളിക്കെതിരായി തിരിയുവാനോ സമരങ്ങൾ നടത്തുവാനോ മലപ്പുറക്കാർക്ക് വലിയ താല്പര്യമില്ല. ഈ അടുത്ത കാലത്തായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുതലാളിമാരെ നേതാക്കന്മാരായി മുമ്പിൽ വെച്ച് പാർട്ടി വളർത്തുവാൻ ശ്രമിക്കുന്നുണ്ട്. നിലമ്പൂർ പോലെയുള്ള സ്ഥലങ്ങളിൽ അത്തരം ശ്രമങ്ങൾ വിജയിക്കുന്നുമുണ്ട്. എങ്കിലും വാരിക്കോരി നാട്ടുകാർക്ക് കാശ് കൊടുക്കുന്ന മുതലാളിമാരെ കിട്ടാനില്ലാത്തതുകൊണ്ട് മലപ്പുറം ജില്ലയിൽ മുഴുവൻ ഈ പരീക്ഷണം നടത്തുവാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സാധിക്കുന്നില്ല. മലപ്പുറക്കാരുടെ മനഃശാസ്ത്രം മുതലാളിത്തവുമായി യോജിച്ചു പോകുന്നു. കൂടുതൽ കാശുള്ളവർക്ക് സമൂഹത്തിൽ കൂടുതൽ അന്തസ്സുണ്ട്. എന്ന് മാത്രമല്ല, പുരുഷ മേധാവിത്വം ഉറഞ്ഞുതുള്ളുന്ന ഒരു പ്രദേശം കൂടിയാണ് മലപ്പുറം. കൂടുതൽ സ്വർണ്ണാഭരണങ്ങൾ ധരിക്കാത്ത പെൺകുട്ടികൾക്ക് സോഷ്യൽ സ്റ്റാറ്റസ് കുറവാണ്. എന്ന് മാത്രമല്ല, മലപ്പുറത്തെ പുരുഷന്മാർ തങ്ങളുടെ ഭാര്യ എത്ര പവൻ സ്വർണം തന്നിട്ടാണ് താൻ അവളെ കല്യാണം കഴിച്ചതെന്ന് പൊങ്ങച്ചം പറയുന്നതും പതിവാണ്. ഇത്തരത്തിൽ മുതലാളിത്ത സംസ്കാരം വേരൂന്നിയ ഒരു പ്രദേശമായതുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ മലപ്പുറക്കാരുടെ മേലിൽ അടിച്ചേൽപ്പിക്കാൻ സാധിക്കാത്തത്. മലപ്പുറക്കാർക്ക് മുതലാളിത്തത്തോട് വിധേയത്വമുണ്ടെങ്കിലും ബ്രിട്ടീഷ് മുതലാളിമാരോട് അതേ വിധേയത്വം കാണിക്കുവാൻ അവർ തയ്യാറായില്ല. മഹാത്മാഗാന്ധിയുടെ ആഹ്വാനപ്രകാരം ഖിലാഫത്ത് പ്രസ്ഥാനത്തിൽ ചേരുവാൻ മലപ്പുറക്കാർ ധാരാളമായി മുന്നോട്ട് വന്നു. ബ്രിട്ടീഷുകാരുടെ മേധാവിത്വം മലപ്പുറം ജില്ലയിൽ ചെലവഴിക്കാൻ പറ്റിയില്ല. മലബാർ ലഹളയും തിരൂരങ്ങാടി ലഹളയും പൂക്കോട്ടൂർ ലഹളയും ഇതിന് ഉദാഹരണമാണ്. എന്ന് മാത്രമല്ല, മലബാറിലെ കളക്ടറായിരുന്ന കൊണോളി സാഹിബിനെ അരീക്കോട് നിന്നുള്ള ചില ചെറുപ്പക്കാർ കൊലപ്പെടുത്തുകയും ചെയ്തു. അങ്ങനെ ബ്രിട്ടീഷുകാരുടെ പേടിസ്വപ്നമായി മാറി മലപ്പുറം ജില്ല. എന്നാൽ മലപ്പുറക്കാരുടെ ശത്രുതയോടെ പെരുമാറാൻ ബ്രിട്ടീഷുകാർ തയ്യാറായില്ല. മലപ്പുറം ജില്ലയിലെ ജനങ്ങൾ മദ്രസകളിൽ പഠിക്കുകയും സ്കൂളുകളിൽ ചേരാൻ വിസമ്മതിക്കുകയും ചെയ്യുന്നത് ബ്രിട്ടീഷുകാരെ അലോസരപ്പെടുത്തി. ഇന്ത്യ തങ്ങൾ ഭരിക്കുന്ന ഒരു രാജ്യമാണെന്നും ഇന്ത്യയിലെ ജനങ്ങളുടെ ക്ഷേമം തങ്ങളുടെ ഉത്തരവാദിത്തമാണെന്നും ബ്രിട്ടീഷുകാർ വിശ്വസിച്ചു. അതുകൊണ്ട് മലപ്പുറം ജില്ലയിലെ
ജനങ്ങളെ നിർബന്ധിച്ച് സ്കൂൾ വിദ്യാഭ്യാസം നൽകുവാൻ ബ്രിട്ടീഷുകാർ ഒരു ശ്രമം നടത്തി. പക്ഷേ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഹറാമാണെന്നാണ് അന്നത്തെ കാലത്ത് മലപ്പുറക്കാർ വിശ്വസിച്ചിരുന്നത്. അതുകൊണ്ട് സ്കൂളുകളിലേക്ക് വരുവാൻ രക്ഷിതാക്കൾ തയ്യാറായില്ല. അങ്ങനെയാണ് മദ്രസകളിൽ ഇംഗ്ലീഷും കണക്കും പഠിപ്പിക്കുവാൻ ബ്രിട്ടീഷുകാർ സമ്മതം ചോദിച്ചത്. ഇതിന് പകരമായി മദ്രസകളിലെ ഹെഡ് മാസ്റ്റർമാർക്ക് ഉയർന്ന അലവൻസുകളും ബ്രിട്ടീഷുകാർ വാഗ്ദാനം ചെയ്തു. ഈ രീതി സ്വീകരിക്കപ്പെട്ടു. അങ്ങനെയാണ് മദ്രസകൾ ഗവൺമെൻറ് അംഗീകൃത സ്കൂളുകളായി മാറിയത്. ഇപ്പോഴും മലപ്പുറം ജില്ലയിൽ എല്ലാ സ്ഥലങ്ങളിലും മാപ്പിള സ്കൂളുകളുണ്ട്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ കേരള ഗവൺമെൻറ് ഏറ്റെടുത്ത മദ്രസകളാണ് ഇപ്പോൾ മാപ്പിള സ്കൂളുകളായി പ്രവർത്തിക്കുന്നത്. ബോംബെക്കാരനായ ബിർള ചാലിയാർ നദിയുടെ കരയിൽ ഒരു ഫാക്ടറി സ്ഥാപിക്കുവാൻ വേണ്ടി വന്നപ്പോൾ മലപ്പുറക്കാർ ഇരുകൈയും നീട്ടി അദ്ദേഹത്തെ സ്വീകരിച്ചു. പക്ഷേ അദ്ദേഹം ചാലിയാർ പുഴ മലിനപ്പെടുത്തുവാൻ തുടങ്ങിയപ്പോൾ മലപ്പുറക്കാരുടെ മട്ടുമാറി. എടവണ്ണപ്പാറ, അരീക്കോട് തുടങ്ങിയ ഗ്രാമങ്ങളെ സമ്പന്നമാക്കിയ മാവൂറിലെ ഗോളിയർ റയോൺസ് എന്ന ഫാക്ടറി പരിസ്ഥിതി മലിനീകരണം നടത്തുന്നുണ്ട് എന്നാരോപിച്ച് അടച്ചുപൂട്ടാൻ മലപ്പുറക്കാർ വമ്പിച്ച വ്യഗ്രത കാണിച്ചു. ഫാക്ടറി ഞങ്ങൾ പൊട്ടിക്കും, ബിർളയെ ഞങ്ങൾ ബോംബെയിലേക്ക് കെട്ടുകെട്ടിക്കും എന്ന് മലപ്പുറക്കാർ ശപഥം ചെയ്യുകയും ആ സമരം വിജയിക്കുകയും ചെയ്തു. ഇംഗ്ലീഷുകാർ ഇന്ത്യ ഭരിക്കുമ്പോൾ മലപ്പുറം അപകടകരമായ ഒരു സ്ഥലമായി കണക്കാക്കപ്പെട്ടിരുന്നു. അതുകൊണ്ട് മലപ്പുറത്ത് ഒരു മിലിറ്ററി സ്റ്റേഷൻ അവർ സ്ഥാപിച്ചു. അതാണ് മലബാർ സ്പെഷ്യൽ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ്. മലബാർ കളക്ടറായിരുന്ന കൊണോളി സാഹിബ് നിലമ്പൂരിൽ ഒരു തേക്ക് തോട്ടവും വെച്ച് പിടിപ്പിച്ചു. ഇപ്പോഴും ടൂറിസ്റ്റുകൾ ധാരാളമായി നിലമ്പൂരിൽ വരുന്നത് ഈ തേക്ക് തോട്ടം കാണുവാനാണ്. കേരള ഗവൺമെൻറ് ഇവിടെ മനോഹരമായ ഒരു തേക്ക് മ്യൂസിയവും സ്ഥാപിച്ചിട്ടുണ്ട്. ഈ അടുത്ത കാലത്തായി മലപ്പുറം ജില്ല വളരെയധികം അർബനൈസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ മലപ്പുറം ജില്ലയിൽ 12 മുനിസിപ്പാലിറ്റികളുണ്ട്. കേരളത്തിലെ ഏറ്റവും ധനികമായ 3ാമത്തെ ജില്ലയായി മലപ്പുറം മാറിയിരിക്കുന്നു. പക്ഷേ ആളോഹരി വരുമാനം കുറവാണ്. കണ്ണൂരിലും കാസർഗോഡിലുമൊക്കെ കാണുന്നത് പോലെ 1 കിലോമീറ്ററിൽ 25 കോടീശ്വരന്മാരെ മലപ്പുറത്ത് കാണുവാൻ പറ്റുകയില്ല. ബഹുഭൂരിപക്ഷം വരുന്ന സാധാരണക്കാരും തൊഴിലാളികളും അവർ ബഹുമാനിക്കുന്ന വിരലിൽ എണ്ണാവുന്ന മുതലാളിമാരും. അതാണ് മലപ്പുറം സംസ്കാരം. പ്രകൃതി ഭംഗി കൊണ്ട് സൗഭാഗ്യം ലഭിച്ച ഒരു ജില്ലയാണ് മലപ്പുറം. പക്ഷേ ഇപ്പോഴും മലപ്പുറത്തിൻ്റെ ടൂറിസ്റ്റ് പൊട്ടൻഷ്യൽ വേണ്ട പോലെ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. കടലുണ്ടിയിൽ ഒരു പക്ഷി നിരീക്ഷണ കേന്ദ്രമുണ്ട്. മലപ്പുറം പട്ടണത്തിൻ്റെ മധ്യത്തിൽ കോട്ടക്കുന്ന് മനോഹരമായി ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ പൊന്നാനിയിലെ പൗരാണികമായ പള്ളികളും കടൽ തീരവും കാണുവാനും ടൂറിസ്റ്റുകൾ വരുന്നുണ്ട്. തിരൂരിലെ തുഞ്ചൻ പറമ്പ് ഗാർഡൻസ് ദൂരദിക്കുകളിൽ നിന്നുള്ള ആളുകളെ പോലും ആകർഷിക്കുന്നു. പണ്ടുകാലത്ത് മലപ്പുറത്ത് വിമാനത്താവളം വന്യമായ സ്വപ്നങ്ങൾ പോലും ഇല്ലാത്ത ഒരു കാര്യമായിരുന്നു. ഗോളിയോർ റയോൺ സ്ഥാപിച്ച ബിർള ആദ്യമായി മലപ്പുറത്ത് വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ സൗകര്യപ്രകാരമാണ് ചേളാരിയിൽ ഒരു എയർ സ്ട്രിപ്പ് ഉണ്ടാക്കിയത്. നാഷണൽ ഹൈവേക്ക് കുറുകെയായിരുന്നു ഈ എയർ സ്ട്രിപ്പ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കൊച്ചി വിമാനം ലാൻഡ് ചെയ്യാൻ വേണ്ടി കൊണ്ടോട്ടി പോലീസ് ട്രാഫിക് പിടിച്ചു നിർത്തുകയും ബോംബെയിൽ നിന്ന് വന്ന എഞ്ചിനീയർ ഒരു ഫോൾഡിംഗ് ചെയറിൽ ഒരു കൊച്ചു ബാറ്ററിയും റേഡിയോവും പ്രവർത്തിപ്പിക്കുകയും ചെയ്തു. മലപ്പുറക്കാരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഈ റേഡിയോ ഉപകരണത്തിനുള്ളിൽ നിന്ന് VT605 കോളിംഗ് ചേളാരി ഓവർ VT605 കോളിംഗ് ചേളാരി എന്ന ശബ്ദം മുഴങ്ങിക്കേട്ടു. അപ്പോൾ എഞ്ചിനീയർ മറുപടി പറഞ്ഞു, ചേളാരി ഡേറ്റ് എയർ സ്ട്രിപ്പ് റിസീവിംഗ് യു ലൗഡ് ആൻഡ് ക്ലിയർ ഓവർ. അപ്പോൾ വീണ്ടും ഒരു ശബ്ദം മുഴങ്ങി. ആകാശത്തുള്ള പൈലറ്റാണ് സംസാരിക്കുന്നത്. VT605 റിക്വസ്റ്റിംഗ് ലാൻഡിംഗ് പെർമിഷൻ ഓവർ. അപ്പോൾ എഞ്ചിനീയർ പറഞ്ഞു, ചേളാരി എയർ സ്ട്രിപ്പ് ഗിവിംഗ് ലാൻഡിംഗ് പെർമിഷൻ ഓവർ ആൻഡ് ഔട്ട്. ഹുങ്കാര ശബ്ദത്തോടെ ബിർളയുടെ വിമാനം ചേളാരി ഡേറ്റ് എയർ സ്ട്രിപ്പിൽ ലാൻഡ് ചെയ്തു. അന്ന് ബിർളയെ കെട്ടിപ്പിടിക്കുവാനും ഷെയ്ക്ക് ഹാൻഡ് ചെയ്യുവാനും ശ്രമിച്ച മലപ്പുറക്കാരെ അടിച്ചോടിക്കുവാൻ കൊണ്ടോട്ടി പോലീസിന് വളരെ പണിപ്പെടേണ്ടി വന്നു. പക്ഷേ ഇപ്പോൾ കോഴിക്കോട് സർവകലാശാലക്കടുത്തുള്ള ചേളാരി പട്ടണത്തിൽ പോയാൽ ഈ കൊച്ചു വിമാനത്താവളത്തിൻ്റെ അവശിഷ്ടങ്ങൾ കാണുവാൻ പറ്റുകയില്ല. പഴയ ഓർമ്മകൾ അയവിറക്കിക്കൊണ്ട് പൊറോട്ടയും ചിക്കൻ കറിയും കഴിക്കുവാൻ ഇവിടെ ഒരു റൺവേ റെസ്റ്റോറൻറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ നിന്നും വളരെ അടുത്താണ് പുതുതായി ഉണ്ടാക്കിയ കരിപ്പൂർ വിമാനത്താവളം. ബാംഗ്ലൂരിലേക്കും ചെന്നൈയിലേക്കും മുംബൈയിലേക്കും ഇവിടെ നിന്ന് നേരിട്ട് വിമാനം ലഭിക്കും. അതുപോലെ അറേബ്യൻ രാജ്യങ്ങളിലേക്കും നേരിട്ട് ഫ്ലൈറ്റുകളുണ്ട്.
ഉയർന്ന യാത്രാ സൗകര്യമുള്ള ഒരു ജില്ലയായി മലപ്പുറം അറിയപ്പെടുന്നു. മലപ്പുറം ജില്ലയുടെ പടിഞ്ഞാറ് ഭാഗത്തു കൂടി 142 കിലോമീറ്റർ നീളമുള്ള ഒരു റെയിൽവേ ലൈൻ കടന്നു പോകുന്നു. കന്യാകുമാരിയിൽ നിന്ന് ന്യൂഡൽഹിയിലേക്കുള്ള റെയിൽവേ ലൈനാണിത്. ഫറൂഖിലും തിരൂരിലും പരപ്പനങ്ങാടിയിലും റെയിൽവേ സ്റ്റേഷനുകളുണ്ട്. അതുപോലെ താനൂരിലും വള്ളിക്കുന്നിലും കുറ്റിപ്പുറത്തും തിരുനാവായയിലും പട്ടാമ്പിയിലും നിലമ്പൂരിലും പെരിന്തൽമണ്ണയിലും റെയിൽവേ സ്റ്റേഷനുകളുണ്ട്. എന്ന് മാത്രമല്ല മികച്ച റോഡുകളും മലപ്പുറം ജില്ലയിലുണ്ട്. കേരളത്തിലെ ഏറ്റവും മനോഹരമായ വയാഡക്റ്റ് മലപ്പുറം ജില്ലയിലാണ് ഉണ്ടാക്കുന്നത്. കേരളത്തിൽ ഏറ്റവും ജനസംഖ്യയുള്ള ജില്ലയായ മലപ്പുറം ജില്ല കിഴക്ക് പശ്ചിമഘട്ട മലനിരകൾ മുതൽ പടിഞ്ഞാറ് പൊന്നാനി കടൽ വരെ പരന്നു കിടക്കുന്നു. 45 ലക്ഷത്തോളം ജനങ്ങൾ മലപ്പുറം ജില്ലയിൽ താമസിക്കുന്നു. പ്രത്യേകിച്ച് പൊന്നാനി, തിരുരങ്ങാടി, തിരൂർ തുടങ്ങിയ പ്രദേശങ്ങൾ വമ്പിച്ച ജനസാന്ദ്രതയുള്ളവയാണ്. തമിഴ്നാടിനോട് ചേർന്നുള്ള മലമ്പ്രദേശങ്ങളിൽ ജനസംഖ്യ കുറവാണ്. മലപ്പുറം ജില്ല വളരെ പ്രകൃതി മനോഹരമായ ഒരു ജില്ലയാണ്. ഭാരതപ്പുഴയും കടലുണ്ടിപ്പുഴയും തിരൂർ പുഴയും മലപ്പുറം ജില്ലയിൽ കൂടി ഒഴുകുന്നു. അതുപോലെ മനോഹരമായ ചാലിയാർ പുഴ മലപ്പുറം ജില്ലയുടെ അതിർത്തിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. 50 വർഷം മുമ്പുണ്ടായ ഗൾഫ് പലായനമാണ് മലപ്പുറം ജില്ലയെ സമ്പന്നമാക്കിയത്. അതിനു മുമ്പ് വളരെ ദരിദ്രരായ ആളുകളാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഇപ്പോഴും ലളിതമായ ജീവിതമാണ് മലപ്പുറം ജില്ലക്കാർ ഇഷ്ടപ്പെടുന്നത്. കണ്ണൂരിലും കാസർഗോഡും കാണുന്നത് പോലെ പണക്കൊഴുപ്പ് പ്രദർശിപ്പിക്കുന്ന സ്വഭാവം മലപ്പുറക്കാർക്കില്ല. എന്ന് മാത്രമല്ല കോട്ടും സൂട്ടും കൂളിംഗ് ഗ്ലാസും ഇട്ട് മലപ്പുറം ജില്ലയിൽ ഇറങ്ങി നടക്കുവാൻ പറ്റുകയില്ല. കാരണം എല്ലാവരും ലളിത വേഷമാണ് ധരിക്കുന്നത്. നന്നായി വസ്ത്രം ധരിക്കുന്ന ആളുകളെ കുഞ്ഞാപ്പു എന്ന് വിളിച്ച് കളിയാക്കുന്ന ഒരു സ്വഭാവം മലപ്പുറക്കാർക്കുണ്ട്. എന്നാൽ കണ്ണൂരിലും കാസർഗോഡിലുമൊക്കെ നന്നായി വസ്ത്രം ധരിക്കുന്നവർ കൂടുതൽ ബഹുമാനം പിടിച്ചു പറ്റുകയാണ് ചെയ്യുക. കാർഷിക പ്രധാനമായ ഒരു ജില്ലയായിരുന്നു മലപ്പുറം. ഇപ്പോഴും തെങ്ങിൻ തോട്ടങ്ങളും കവുങ്ങ് തോട്ടങ്ങളും ബനാന പ്ലാന്റേഷൻസും ഇവിടെ കാണാം. പക്ഷേ ഇപ്പോൾ ഗൾഫ് ജോലികൾക്കാണ് പ്രാധാന്യം. മലപ്പുറത്തെ പകുതി ജനങ്ങളും ഗൾഫിൽ നിന്നുള്ള റെമിറ്റൻസിനെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. സൗദി അറേബ്യ പോലെയുള്ള പിന്നോക്ക രാജ്യങ്ങളിൽ പോലും ജോലി ചെയ്യാൻ മലപ്പുറക്കാർക്ക് മടിയില്ല. ഗൾഫുകാർക്ക് പെണ്ണ് കിട്ടാൻ മറ്റ് ജില്ലകളിൽ ബുദ്ധിമുട്ടാണെങ്കിലും മലപ്പുറത്ത് ഗൾഫുകാർക്ക് ഉയർന്ന സ്റ്റാറ്റസ് ഉണ്ട്. പണ്ടുകാലത്ത് മലപ്പുറക്കാർ കൂടുതലും തൊഴിലാളികളും കൂലിപ്പണിക്കാരുമായതുകൊണ്ട് ഗൾഫിൽ ജോലിക്ക് പോകുന്നത് ഒരു നാണക്കേടായി മലപ്പുറക്കാർ കണക്കാക്കുന്നില്ല. സാധാരണക്കാർക്ക് സമൂഹത്തിൽ മാന്യമായ സ്ഥാനമുള്ള ഒരു സംസ്കാരം മലപ്പുറം ജില്ലയിൽ പ്രകടമായി കാണാൻ പറ്റും. മലപ്പുറം ജില്ലയിൽ മുഴുവൻ മുസ്ലിങ്ങളാണ് എന്നൊരു തെറ്റിദ്ധാരണയുണ്ട്. അത് ശരിയല്ല. 70% മാത്രമാണ് മുസ്ലിങ്ങൾ. 11 ലക്ഷത്തോളം ഹിന്ദുക്കൾ ഇവിടെയുണ്ട്. പ്രത്യേകിച്ച് നിലമ്പൂർ, പൊന്നാനി പ്രദേശങ്ങളിൽ അറിയപ്പെടുന്ന ധാരാളം ക്ഷേത്രങ്ങൾ മലപ്പുറം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. ഏകദേശം 1 ലക്ഷത്തോളം ക്രിസ്ത്യാനികളും ഇവിടെ താമസിക്കുന്നു. 11,000 തമിഴ്നാട്ടുകാരും ഇവിടെയുണ്ട്. പണ്ടുകാലത്ത് വളരെ ലളിതവും പ്രകൃതിയുമായി ഇണങ്ങി നിൽക്കുന്നതുമായ പാചകമായിരുന്നു മലപ്പുറക്കാർക്ക് പരിചയമുണ്ടായിരുന്നത്. കണ്ണൂരിലും തലശ്ശേരിയിലും കാണുന്ന ആരോഗ്യത്തിന് ഹാനികരമായ പാചക രീതികൾ മലപ്പുറക്കാർക്ക് അന്യമായിരുന്നു. ബിരിയാണിയും നെയ്ച്ചോറും ഉണ്ടാക്കാൻ മാത്രം കാശ് അന്ന് മലപ്പുറക്കാരുടെ കയ്യിൽ ഉണ്ടായിരുന്നുമില്ല. ഇപ്പോൾ വിദ്യാഭ്യാസമുള്ള കണ്ണൂർക്കാരും കാസർഗോട്ടുകാരും തലശ്ശേരി ഭക്ഷണം മോശമാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷെ മലപ്പുറത്ത് നേരെ തിരിച്ചാണ് സംഭവിച്ചത്. സാമ്പത്തികമായ അഭിവൃദ്ധി ധാരാളം അറേബ്യൻ ഭക്ഷണശാലകൾക്ക് പ്രോത്സാഹനം നൽകുകയാണ് ചെയ്തത്. ആരോഗ്യത്തിന് ഏറ്റവും മോശമായ ഭക്ഷണമാണ് ഇപ്പോൾ മലപ്പുറക്കാർ കഴിക്കുന്നത്. ചെറുപ്പക്കാരുടെ ഇടയിൽ യൂറോപ്യൻ ഭക്ഷണത്തിനും നല്ല സ്വീകാര്യതയുണ്ട്. യൂറോപ്യൻ സംസ്കാരം മലപ്പുറക്കാരെ വളരെ ആകർഷിക്കുവാൻ തുടങ്ങിയിരിക്കുന്നു. പരമ്പരാഗതമായ സംസ്കാരങ്ങളെ ചോദ്യം ചെയ്യുന്ന ഒരു സ്വഭാവം മലപ്പുറക്കാർക്ക് പണ്ട് മുതലേ ഉള്ളതാണ്. കേരളീയ പാരമ്പര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവമായ ഓണം ഭംഗിയായി ആഘോഷിക്കണമെന്ന് മലപ്പുറത്തെ ചെറുപ്പക്കാർക്ക് വലിയ നിർബന്ധമുണ്ട്. മലപ്പുറത്തെ കോളേജുകളിൽ ഓണാഘോഷം ഒരു വലിയ ഉത്സവമായി മാറുന്നത് ഇതുകൊണ്ട് തന്നെയാണ്. ലോകം മുഴുവൻ അറിയപ്പെടുന്ന അനേകം പ്രഗത്ഭരായ വ്യക്തികൾ മലപ്പുറം ജില്ലയിൽ നിന്ന് ഉള്ളവരാണ്. മലയാള ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്ന തുഞ്ചത്ത് എഴുത്തച്ഛനും ആർട്ടിസ്റ്റ് നമ്പൂതിരിയും ആദർശശുദ്ധിയുടെ പേരിൽ അറിയപ്പെടുന്ന ആര്യാടൻ മുഹമ്മദും കലാകാരനായ ആര്യാടൻ ഷൗക്കത്തും മലപ്പുറക്കാരാണ്. അതുപോലെ പത്രപ്രവർത്തകൻ BM കുട്ടി, എഴുത്തുകാരി ബാലാമണി അമ്മ, നോവലിസ്റ്റ് C രാധാകൃഷ്ണൻ,
ഖുർആൻ പണ്ഡിതൻ CN അഹമ്മദ് മൗലവി, സ്വാതന്ത്ര്യ സമര സേനാനി E മൊയ്തു മൗലവി, എഞ്ചിനീയർ E ശ്രീധരൻ എന്നിവരൊക്കെ മലപ്പുറക്കാരാണ്. കമ്മ്യൂണിസ്റ്റ് നേതാവ് EM ശങ്കരൻ നമ്പൂതിരിപ്പാടും കവി എടശ്ശേരി ഗോവിന്ദൻ നായരും മജീഷ്യൻ ഗോപിനാഥ് മുതുകാടും മലപ്പുറക്കാരാണ്. പരിസ്ഥിതി പ്രവർത്തകൻ K അബ്ദുൾ റഹ്മാനും സ്വാതന്ത്ര്യ സമര സേനാനി KM മൗലവിയും നോവലിസ്റ്റ് KP രാമുണ്ണിയും മലപ്പുറം ജില്ലയിൽ നിന്നുള്ളവരാണ്. നോവലിസ്റ്റ് മാധവിക്കുട്ടിയും എഴുത്തുകാരൻ കുട്ടിക്കൃഷ്ണമാരാറും ചരിത്രകാരൻ MGS നാരായണനും മലപ്പുറക്കാരാണ്. നയതന്ത്ര വിദഗ്ധൻ MPM മേനോനും നോവലിസ്റ്റ് MT വാസുദേവൻ നായരും കവി മൊയ്ൻകുട്ടി വൈദ്യരും മലപ്പുറം ജില്ലയിൽ നിന്നുള്ളവരാണ്. നർത്തകിയായ മൃണാളിനി സാരാഭായിയും സിനിമാ നടിയായ നിലമ്പൂർ ആയിഷയും നയതന്ത്ര വിദഗ്ധയായ നിരുപമ റാവുവും മലപ്പുറം സ്വദേശികളാണ്. കവി പൂന്താനം നമ്പൂതിരിയും ചിത്രകാരൻ രാജാ രവിവർമ്മയും മഹാകവി വള്ളത്തോളും മലപ്പുറം സ്വദേശികളാണ്. സാമൂഹ്യ പ്രവർത്തകനായ ഷിയാബ് തങ്ങളും ഫുട്ബോൾ കളിക്കാരനായ ഷറഫലിയും നോവലിസ്റ്റ് ഉറൂബും സാമൂഹ്യ പരിഷ്കർത്താവായ VT ഭട്ടതിരിപ്പാടും മലപ്പുറം സ്വദേശികളാണ്. ഇങ്ങനെ കേരളത്തിൻ്റെ സാംസ്കാരിക ചരിത്രത്തിൽ വലിയ വ്യക്തിമുദ്ര പതിപ്പിച്ച ധാരാളം വ്യക്തികൾ മലപ്പുറം ജില്ലയിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പന്നമായ ഒരു ജില്ലയായി മലപ്പുറം മാറിയിട്ടുണ്ട്.